ജഗന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജഗനെ ഡയറക്ട് ചെയ്തു. ഞാനിവിടെ ധൈര്യമായിട്ടിരുന്നോട്ടെ. പിന്നെ ഒരു കാര്യം അഭിമാനത്തോടെ ഇരിക്കാം. എന്റെ തമ്പുരാനെ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. മക്കളെ പറ്റി ഒരു രണ്ട് നല്ല ഞാൻ അവന്റെ അമ്മയായതുകൊണ്ട് പറയുമല്ലോ. ആണോ? അല്ലല്ലോ. നേരല്ലേ എനിക്ക് ഒരു കഥ കൂടി ഇപ്പൊ എപ്പോഴാണ് പറയണതെന്ന് എനിക്കറിയില്ല. ചന്ദ്രലേഖയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ് 6-ാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടന്നത്. അതിനിടയിലാണ് ജഗൻ പ്രഗ്നന്റ് ആയിരുന്നതും ജഗന്റെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് ജഗൻ ഉണ്ടാവുന്നതായിട്ട് ബന്ധപ്പെട്ട് ഷാജിയേട്ടൻ ഒരു 3 ദിവസം ഷൂട്ടിങ്ങിന് വന്നില്ല. ആ ദിവസമാണ് ഹരിമുരളീരവം എന്ന് പറയുന്ന പ്രിയൻ സാറെ ഷൂട്ട് ചെയ്തത്. അപ്പം ഷാജിയേട്ടൻ ആ സമയത്ത് ജഗൻ ഉണ്ടാവുന്ന സമയത്ത് വന്നു. അപ്പൊ ആ സമയത്ത് സാർ 2 ദിവസം ഷൂട്ട് ചെയ്ത സമയത്താണ് ചന്ദ്രലേഖയുടെ കുറച്ച് പാക്ക് ഷോട്ട്സ് ഉണ്ടായിരുന്നു, മാമുക്കോയെ ഇടിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീക്വൻസ്. അതും കൂടി ഈ ഹരിമുരളീരവം പാട്ട് ഷൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ സാർ ഷൂട്ട് ചെയ്തു. അപ്പം സാറിനോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഷാജി പോയിരിക്കാടോ കുഞ്ഞുണ്ടാവും പോവാ എന്ന് പറഞ്ഞിട്ട് സാർ മെഡ്രാസിൽ നിന്ന് പോകുന്നത് ഞാനിപ്പോ വന്നപ്പോ എന്നോട് വന്ന് പറഞ്ഞ പ്രിയനെ ഏൽപ്പിച്ചേച്ചാ വന്നേ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോയപ്പോ എന്നോട് പറഞ്ഞു പോയിക്കോ ഞാൻ ദാ വരുന്നു. ഞാൻ പറയാ എവിടത്? ഞാൻ ദാ വരുന്നു പോയിട്ടോളാ. അപ്പോഴെന്നോട് പറഞ്ഞിങ്ങനെ ഞാൻ പ്രിയൻ സാറിനെ ഏൽപ്പിച്ചു. അപ്പൊ ചന്ദ്രലേഖയുടെ എഡിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പാച്ച് ഷോട്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഷോട്ടുകൾ ഉണ്ടാവുമല്ലോ, ക്ലോസപ്സ് മിസ്സിംഗ് ഷോട്ട്സ്, മാമുക്കോയുടെ ഒക്കെ ഷോട്ട്സ്, മാമുക്കയുടെ. അപ്പൊ ആ ഷോട്ട്സ് എല്ലാം സാർ മാർക്ക് ചെയ്ത് പേപ്പറിൽ എഴുതി വാങ്ങാം. അന്ന് ഈ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന സമയം പേപ്പറിൽ എഴുതി വെക്കണം. അത് എഴുതി സാർ കവറിലാക്കി പറഞ്ഞങ്ങനെ ഷാജി 3 ദിവസത്തേക്ക് ഉണ്ടാവില്ല, അപ്പോ ഞാനിന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാൻ. അപ്പൊ അതിന്റെ 6-ാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന്റെ ബാക്കി ടൈമില് ഇതിന്റെ പാച്ച് ഷോട്ട്സ് കൂടെ എടുത്തിട്ടാണ് വന്നത്. സാർ എടുത്തു. ഓ പിന്നെ അല്ല, അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ജഗന്റെ ഫിലിമിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോ എന്റെ കാലം നിശ്ചയിച്ചിരിക്കുന്ന എന്താ അല്ലേ? ഭയങ്കര ഒരു അതിശയമായിരിക്കുന്നു. എനിക്കത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് കാലം നിശ്ചയിക്കുന്നല്ലേ, അതാണ്. ഇതാണ് നമ്മളൊന്നും പ്രിപ്പയർഡ് ആവരുത്. ഇന്നത് ചെയ്യും നോക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവം തമ്പുരാൻ എന്നാ നിശ്ചയിച്ചോ അതേ നടക്കത്തുള്ളൂ. ഞാനെന്നുള്ളൊരു ഈഗോ ഇല്ലാതെ മാറ്റി വെക്കുന്ന നല്ല നമ്മളായിട്ടിരിക്കുക സംഭവം, അതിന്റെ സന്തോഷം വളരെ വലുത്. അത് മതി അല്ലെ? നമ്മൾ ഇന്നതാന്ന് പറഞ്ഞു പോകാതിരുന്നാ പോലെ. നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഹാപ്പി അല്ലെ? അത് ഓക്കെ. സാർ ഇപ്പൊ പറഞ്ഞു സാർ പ്രിയൻ സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത്. അല്ലാതെ സാർ ടിവിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ബിഹൈൻഡ് ക്യാമറ, ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ഇപ്പൊ ബിഗ് സ്ക്രീനില് സാർ ഒരു 3 ജേർണിയാ. ഒന്ന് സാർ പറഞ്ഞു അതിന്റെ ആ ഒരു വരവും സാർ എങ്ങനെയാ ഇതിലേക്ക് വന്നതെന്നും. അത് വലിയ കഥയാണ്. ഒത്തിരി അടുത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തും ഇതുപോലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഒരു ഇച്ചിരി ഞങ്ങൾ കുറച്ച് വീട്ടമ്മമാരും കൂടെ പറയാം. ശരിക്കും ആഗ്രഹം ഇതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും നമ്മളുടെ ഇഷ്ടങ്ങളിലേക്ക് എത്താനുള്ള രീതിയിലാണെന്ന് ചോദിച്ചാൽ തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10-16 വയസ്സിൽ അന്ന് ജോർജ് സാറിന്റെ അടുത്ത് ലെറ്ററൊക്കെ എഴുതി കൊടുത്ത് ജോർജ് സാറിന്റെ അടുത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ജോർജ് സാറിന്റെ കൂട്ടത്തിൽ ഞാനൊരു 25 ദിവസം പോയി. അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കൽ എന്നുകൊണ്ടാണ് പോയത്. പക്ഷെ ഞാൻ ആ സെറ്റിലെല്ലാം കറങ്ങി നടന്നു. ആദ്യമായിട്ട് പ്രൊഡക്ഷന്റെ ചാപ്പാട് കഴിക്കുന്ന അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇവിടെ പ്രൈവറ്റ് ചാനൽ, മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ ചാനൽ ട്രിവാൻഡ്രത്തുണ്ടാവുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഏട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, സുധീർ എന്ന് പറയും. അപ്പോൾ അവിടെ തുടങ്ങി നമ്മുടെ. അപ്പോൾ വിഷ്വൽ മീഡിയ സിനിമ മാത്രമല്ലാതെ ദൂരദർശൻ മാറിയിട്ടൊരു സ്വകാര്യ ചാനൽ വരുന്നു. അപ്പൊ അതിന്റെ ഒരു സാധ്യതകൾ കൂടുന്നത് നമ്മൾ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമ മാത്രമല്ല നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പൊ എനിക്കിതില് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. യെസ്. അപ്പൊ അങ്ങനെ കൂടെ നിന്നു. ദെൻ ശിവപ്രസാദ് സാറിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തു. ദെൻ 96-ലൊക്കെ അതെ അതെ. പക്ഷെ ആഗ്രഹം സാറിന് ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്ന് പറഞ്ഞാലേ പോയേ? അല്ല, അങ്ങനെയല്ല. ഞാൻ ഫിലിം ഷൂട്ടിലേക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്ത് സിനിമോട്ടോഗ്രഫിക്ക് അപ്ലൈ ചെയ്ത്. അഭിനയം തീർച്ചയായിട്ടും സിനിമയെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതിൽ, സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അപ്രപാളിയിൽ കാണുന്ന നടന്മാരെയും നടിമാരെയും കണ്ടു. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടിക്കാലത്തും സിനിമ നമ്മളിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് നമ്മൾ എത്തുന്ന നടന്മാരെയൊക്കെ കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ പിന്നീട് നമ്മളതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പിന്നീട് ഒരിക്കലും അങ്ങനെ ഫ്രണ്ടിലേക്ക് മാറി. യെസ്, നമ്മൾ അതിന്റെ പിന്നിൽ നിൽക്കാം, അതിന്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കണം. തന്നെയുള്ള ഈ സാധ്യതകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് വിഷ്വൽ മീഡിയയിലെ എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിനുശേഷം പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി, വേറൊരു ചാനലിൽ വർക്ക് ചെയ്തു, മൾട്ടിക്യാം ഷൂട്ട്സ് ചെയ്തു. സിനിമയിൽ അങ്ങനെ മൾട്ടിക്യാം ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഈ അടുത്ത കാലത്താണല്ലോ. അത് കാര്യം ബജറ്റൊന്നും സമ്മതിക്കില്ല. ഇപ്പോൾ ബ്രഹ്മാണ്ഡ സിനിമകൾ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ 6 ക്യാമറ ഉണ്ടാവുക, അത് സ്വിച്ച് ചെയ്യുക, ഇതൊക്കെ ശരിക്കും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ സാറിന് ഇപ്പം ആ ഒരു ടേസ്റ്റ് അത് തന്നെയാണോ? ഇപ്പൊ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വന്നു എന്ന് പറഞ്ഞു, മോന്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പം ഇപ്പോഴും ആ ടേസ്റ്റ് എങ്ങനെയാണ്? അതിങ്ങനെ വേവറിംഗ് ആണോ? ശരിക്കും നമ്മള് പറയുമ്പോ സിനിമയിലെ നടനും ടെക്നീഷ്യൻ അല്ലേ. ബാക്കി എല്ലാ ആൾക്കാരും മാറിയിട്ട്
ഏറ്റവും ഒടുവിൽ എല്ലാവരും അവരെഴുതിയ തിരക്കഥ, പ്രൊഡക്ഷൻ, ലൊക്കേഷൻ, സിനിമ ഇന്നത് വേണം തീരുമാനിച്ച്, കോ ആർട്ടിസ്റ്റിനെ തീരുമാനിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ആകുമ്പോൾ എത്തുന്ന ടെക്നീഷ്യനാണ് നടൻ. അപ്പൊ നമ്മളും ടെക്നീഷ്യൻസ് തന്നെയാണ്. അപ്പൊ ആ നിലയ്ക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന ടെൻഷനായിട്ടാണ് നമ്മളൊക്കെ പോയി നിന്നിട്ടുള്ളത്, അല്ലേ? നമുക്ക് ശരിക്കും ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ വലിയ പ്രശ്നമാണ്. പക്ഷെ ഞാൻ അത്ര ആലോചിച്ചാൽ എന്ത് നല്ലതല്ലേ. അയ്യോ ഇനി ഇപ്പോഴും അത്ര ആലോചിക്കട്ടെ. എത്രയോ നാള് എന്നാൽ വീണ്ടും ഒന്നുകൂടെ പറയാം, എത്രയോ നാള് മുമ്പ് ഒരു തിരക്കഥാകൃത്ത് ആലോചിച്ച് വെച്ച കഥാപാത്രമാവാൻ നമ്മൾ പോയി നിൽക്കുന്നത് എത്രയോ നാള് കഴിഞ്ഞാൽ, ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 10 വർഷം കഴിഞ്ഞിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അവരുടെ എത്രയോ നാളത്തെ സ്വപ്നത്തിലെ കഥാപാത്രമായി നമ്മൾ അവിടെ പോയി നിൽക്കേണ്ടി വരുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പൊ അതിലേക്ക് എത്തലാണ്. പിന്നെ നമ്മൾ എന്ത് കാണിച്ചാലും ഈ 4 വരയ്ക്കകത്താണല്ലോ കാണുന്നത്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി, അപ്പൊ ആ സിനിമയ്ക്കകത്തുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ സെക്കൻഡ് സാർ പറഞ്ഞ വേർഷൻ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. കാര്യം അത് ഞാൻ ശരിക്കും അത്രയും ഡെഡിക്കേഷനോ കൂടിയാണ് ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ടെക്നിക്കൽ വൈസ് പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല, അത്ര ബുദ്ധിയില്ല കേട്ടോ. അതായിരിക്കും സത്യം. Ali's Kitchen. Let's cook with love.